ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ ഫ്ലെയിം ഓണാക്കി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് 2 നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 2 ഏലക്കയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി ബാറ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ബാറ്ററിന് അധികം മധുരം ആവശ്യമില്ല. ലേശം ഉപ്പ്, അതേപോലെ 2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പാൽപ്പൊടി, 2 ഏലക്ക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അധികം തിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ ഫില്ലിങ്സ് മൊത്തത്തിലായി ഒന്ന് വെച്ചു കൊടുക്കുക. ഫുള്ളായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു ഫ്രൈ പാനിലോട്ടേക്ക് മറിച്ചിടാം. 2 മിനിറ്റ് ഈ ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.